അലിബാബും 41 കള്ളന്മാരിന്റെ കഥ അറിയോ? കള്ളന്മാര് കുതിരന്റെ പുറത്ത് വെക്കണ്ട, ഗുഹന്റെ അടുത്ത് വെക്കണ്ട, ഓപ്പൺ പറയുന്ന കഥല്ലേ? അതല്ല, ഓപ്പൺ സിസം. ആ കഥ നമുക്ക് ബാബാനോടോ താത്താനോടോ ഈ കഥ വായിച്ചു തരാൻ പറയാം. വളരെ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് പെർഷ്യയിലെ ഒരു പട്ടണത്തിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ കാസിം, അനുജൻ അലിബാബ. 40 കള്ളന്മാരും ചുമടുകൾ താഴെ വെച്ചു. തലവൻ പാറയുടെ മുന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓപ്പൺ സിസേം. ഉടനെ പാറയിൽ ഒരു വാതിലിന്റെ വലുപ്പമുള്ള വിടവ് പ്രത്യക്ഷമായി. 39 പേരും ചാക്കുകെട്ടുകളുമായി അകത്തേക്ക് കടന്നു. അവസാനം തലവൻ ഗുഹയ്ക്കകത്തു കയറി ഷഡ് സിസേം എന്ന് പറഞ്ഞപ്പോൾ ഗുഹാമുഖം അടഞ്ഞു. നമുക്കും അങ്ങനത്തെ ഒരു വാതില്, ഓപ്പൺ സിസം പറയുന്ന ഒരു വാതില് വെച്ചാൽ നല്ല ഭംഗിയല്ലേ? ബാബാനോട് പറഞ്ഞ ബാബ ഈസി ആക്കി തരുമല്ലോ. നമുക്ക് ഈ ഗേറ്റ് ബാബാനോട് മന്ത്രം കൊണ്ട് തോൽപ്പിക്കാൻ ഉണ്ടാക്കാൻ പറയാം. അത് ശരിയാണല്ലോ. ആയിരത്തൊന്ന് രാവുകൾ എന്ന അറബി കഥയിലെ ആലിബാബയും 40 കള്ളന്മാരും എന്ന കഥയിലെ കൊള്ളക്കാരുടെ സംഘത്തലവൻ കാട്ടിലുള്ള ഒരു പാറക്കെട്ടിനു മുൻവശത്തു നിന്നും ഓപ്പൺ സിസേം എന്ന് പറയുമ്പോൾ തുറന്നു വരുന്ന ഒരു വാതിലുണ്ട്. ആയത് പ്രാവർത്തികമാക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഇതിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് 5 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇഞ്ചിങ് സ്വിച്ചാണ്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഇഞ്ചിങ് സ്വിച്ച് ഓൺലൈൻ വഴി വാങ്ങാൻ സാധിക്കും. ഇത് വൈഫൈയിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം. ഇതിനോട് കൂടെ തന്നെ വിശദമായ സർക്യൂട്ടും കണക്ഷൻ ഡയഗ്രാമും QR കോഡും എല്ലാം അടങ്ങിയ നിർദ്ദേശങ്ങളും എല്ലാം അടങ്ങിയ ഒരു ചെറിയ ബ്രോഷർ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഫോണിലും ആപ്പിൾ ഫോണിലും ഇത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. EV ലിങ്കിൻ്റെ ആപ്ലിക്കേഷനാണ് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അലക്സ, സിരി, ഗാലക്സി, ഗൂഗിൾ കമൻറ്റുകളിലൂടെയൊക്കെ ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആവശ്യമായ പെർമിഷൻ എല്ലാം നൽകേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് വൈഫൈയുമായി കണക്ട് ചെയ്താൽ ഇത് ഒരു ഓൺ ഓഫ് സ്വിച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സിൽ പോയി ഇഞ്ചിങ് മോഡിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു പുഷ് ബട്ടൺ സ്വിച്ച് പോലെ ഇത് വർക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് എത്ര സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കണം എന്നുള്ളത് തീരുമാനിക്കാവുന്നതാണ്. അര സെക്കൻഡ് മുതൽ മണിക്കൂറുകൾ വരെ ഇഞ്ചിങ് സംവിധാനം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ദിവസത്തിലെ ഒരു നിശ്ചിത സമയത്ത് ഒരു ഉപകരണത്തെ ഓണാക്കാനോ ഓഫാക്കാനോ, അല്ലെങ്കിൽ ലൂപ്പ് ടൈമിംഗായി ഓൺ ചെയ്ത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കാനോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാനോ, അല്ലെങ്കിൽ കൗണ്ട് ഡൗൺ ടൈമറായിട്ടോ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഗേറ്റിൻ്റെ മോട്ടറിന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സർക്യൂട്ടിന് ആവശ്യമുള്ളത് 5 വോൾട്ടാണ്. അപ്പോൾ ഈ 5 വോൾട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു പഴയ ഫോൺ ചാർജറിൽ നിന്നാണ്. ഈ ഭാഗങ്ങൾ കട്ട് ചെയ്ത് അവിടെ സോൾഡർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. USB കൊടുക്കാനുള്ള പോർട്ട് ഇതിലുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് നേരിട്ട് നമുക്ക് USB ഒരു കേബിൾ വഴി ഈ സർക്യൂട്ട് ബോർഡിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. സർക്യൂട്ട് ബോർഡിൽ മൈക്രോ USB ചാർജർ പോർട്ട് ഉള്ളത് കൊണ്ട് നേരിട്ട് ചാർജർ ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പവർ സപ്ലൈ തിരഞ്ഞെടുക്കുമ്പോൾ 5 വോൾട്ടിൽ കൂടിയ പവർ സപ്ലൈ ആയാലും കുഴപ്പമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇതിൽ ഇൻബിൽറ്റായി ബോർഡിൽ തന്നെ ഒരു പവർ സപ്ലൈ, റെഗുലേറ്റഡ് പവർ സപ്ലൈ IC കൊടുത്തിട്ടുണ്ട്.
ഞാൻ ഈ ചാർജർ നേരിട്ട് ഉപയോഗിക്കാനുള്ള കാരണം ഇത് എല്ലാതരം വെതർ കണ്ടീഷനിലും റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്ലൈഡിംഗ് ഗേറ്റ് മോട്ടോർ എപ്പോഴും പുറത്തായതിനാൽ ഈർപ്പത്തിനും ചൂടിനും സാധ്യതയുണ്ട്. മോട്ടോറിൻ്റെ ആദ്യത്തെ പ്ലാസ്റ്റിക് കവർ മാറ്റിയാൽ സർക്യൂട്ട് ബോർഡ് ഇരിക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റ് കാണാം. അതഴിച്ചതിനു ശേഷം അതിനുള്ളിലെ സർക്യൂട്ട് ബോർഡിലേക്ക് വന്നിട്ടുള്ള ഫേസ്, ന്യൂട്രൽ എന്നിവ കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാതരം ഗേറ്റ് മോട്ടോറുകൾക്കും പുഷ് സ്വിച്ച് കൊടുക്കുന്നതിനുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. മോട്ടോറിൻ്റെ മുകൾ വശത്തുള്ള ഒഴിഞ്ഞ ഭാഗത്ത് നമുക്ക് ഇഞ്ചിങ് സ്വിച്ചിൻ്റെ സർക്യൂട്ട് ബോർഡ് പ്ലേസ് ചെയ്യാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചാർജർ മോട്ടോറിൻ്റെ അടുത്ത് തന്നെ വെക്കാവുന്നതാണ്. ശേഷം മെയിൻ ബോർഡിലേക്ക് വന്നിട്ടുള്ള ഫേസ്, ന്യൂട്രൽ കണക്ഷനുകളിലേക്ക് ചാർജറിൻ്റെ വയറുകൾ ലിങ്ക് ചെയ്യാവുന്നതാണ്. ഇഞ്ചിങ് സർക്യൂട്ട് ബോർഡിൽ ഒരു വയർ സ്പ്രിങ് പോലെ വളച്ചു വെച്ചതായി കാണാം. അത് വൈഫൈക്ക് വേണ്ടിയുള്ള ആൻറ്റിനയാണ്. ആ വയറിൽ മറ്റൊരു വയർ ചേർത്ത് വെച്ച് വലിപ്പം കൂട്ടി ആൻറ്റിനയുടെ റേഞ്ച് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഒരു റിമോട്ട് വഴി സാധാരണ 20-25 മീറ്റർ ദൂരെ നിന്ന് മാത്രം പ്രവർത്തിപ്പിക്കാൻ കഴിയുമായിരുന്ന ഈ ഗേറ്റ് ഇഞ്ചിൻ സ്വിച്ച് മുഖേന ഇനി ഒരു ഇൻ്റർനെറ്റുള്ള മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും പ്രവർത്തിപ്പിക്കാവുന്നതാണ്. EV ലിങ്കിൻ്റെ തന്നെ 360 ഡിഗ്രി ക്യാമറ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കുന്നതും അടക്കുന്നതും നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത അതേ ആപ്ലിക്കേഷനിലൂടെ തന്നെ കാണാവുന്നതുമാണ്. ഗേറ്റിൻ്റെ പുഷ് ബട്ടൺ ഓപ്പൺ കണക്ഷനുകളിലേക്ക് നമുക്ക് ഇഞ്ചിങ് സ്വിച്ചിൽ നിന്നുള്ള കോമൺ റിലേ കണക്ഷനിലേക്കും നോർമലി ഓപ്പൺ കണക്ഷനിലേക്കും വയർ ചെയ്യാവുന്നതാണ്. ഇഞ്ചിങ് സ്വിച്ച് സർക്യൂട്ട് ബോർഡ് മെറ്റൽ പ്രതലത്തിലല്ല ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. മെറ്റൽ പ്രതലമാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇൻസുലേറ്റർ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാ കണക്ഷനുകളും കൃത്യമായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓപ്പൺ സിസം. EV ലിങ്കിൻ്റെ ആപ്പ് വഴി നമുക്ക് ഗേറ്റ് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാനോ തുറക്കാനോ അടക്കാനോ ഒക്കെ സാധിക്കുന്നതാണ്. ഓപ്പൺ സിസേം. All right, turning on the CC. മൊബൈൽ ഫോണിൽ ഓപ്പൺ സിസേം എന്നുള്ളത് ഓപ്പൺ CC എന്ന രണ്ടക്ഷരമാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ CC എന്നതിന് പകരം ഓപ്പൺ സിസേം എന്ന് പറയുമ്പോൾ CC എന്നത് ഡിറ്റക്റ്റായി സർക്യൂട്ടിലേക്ക് സന്ദേശം അയക്കുകയാണ് ചെയ്യുന്നത്. വൈഫൈ മുഖേന ലഭിക്കുന്ന സന്ദേശം ക്രോഡീകരിച്ച് റിലേ സ്വിച്ചിനെ ഓൺ ചെയ്യുകയും ഗേറ്റ് ഓൺ അവസ്ഥയിൽ നിന്ന് ഓഫിലേക്കോ ഓഫ് അവസ്ഥയിൽ നിന്ന് ഓണിലേക്കോ ആക്കി മാറ്റുകയുമാണ് ഇവിടെ ചെയ്യുന്നത്.